ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടം ദിവസത്തെ 2 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദിവസം രാവിലെ പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ നേരെ രാവിലെ സ്കൂളിലേക്ക് പോയി. അവിടെ ഇന്ന് കുട്ടികളുടെയൊക്കെ പരിപാടിയായിരുന്നു കേട്ടോ. സ്കൂളിന് ഫ്രണ്ടിലായിട്ട് നിറച്ച് പൂക്കളൊക്കെ ആയിരുന്നു. ഇവിടുത്തെ സ്കൂളിലത്തെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ചെയ്ത പൂന്തോട്ടമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികളും വലിയ ആൾക്കാരും അവരുടെ അച്ഛനമ്മമാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ കുറേ പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സൂചിയും നൂലും കോർക്കൽ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ചെയർ. അങ്ങനെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും 2 രീതിയിലാണ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കിന്ന് അമ്പലത്തിലും പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ വലിയ ആൾക്കാരുടെയും പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം നമ്മളും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമല്ലോ. അതുകൊണ്ട് നമ്മളും ചെറിയ രീതിയിൽ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കൽ ബോൾ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അതേപോലെ കസേര കളി, എല്ലാത്തിനും നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൂരാട സദ്യ ഉണ്ടായിരുന്നു. ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മുടെ അമ്പലത്തിൽ ആദ്യത്തെ സദ്യ. അങ്ങനെ നമ്മൾ എല്ലാ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാലമ്പല പണി പൂർത്തിയായതിന് ശേഷം നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഉള്ള ആദ്യത്തെ സദ്യയാണ് കേട്ടോ. നമ്മുടെ പൂരത്തിൻ്റെ സമയത്ത് അമ്പലത്തിലെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു പരിപാടിയായിരുന്നു അത്. അതിനുശേഷം കുട്ടികളെല്ലാവരും തിരിച്ച് സ്കൂളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പാട്ടും അതുപോലെ തന്നെ സിനിമാ പേര് അങ്ങനെ ഓരോ പരിപാടികളും കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കലാപരിപാടികൾ തുടർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ പരിപാടി അന്നത്തെ അവസാനിപ്പിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ കുട്ടികളുടെ വടംവലിയും കാര്യങ്ങളൊക്കെ രാവിലെ നടത്തി. ബാക്കി നടത്താനുണ്ടായിരുന്ന കുറച്ച് പരിപാടികളും കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമുക്ക് ഓണത്തിൻ്റെ DJ വിത്ത് മാവേലിയുടെ ഒരു ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തലേദിവസത്തെ പ്രോഗ്രാമൊക്കെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിഗംഭീരമായി അന്നത്തെ പരിപാടികൾ നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉത്രാട ദിവസം നമ്മൾ വീട്ടിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂളിലെത്തി. ആ സമയത്ത് കുട്ടികൾക്കുള്ള സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് തന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഒരു വടംവലിയോട് കൂടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലേഡീസും ജെൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട്. മാവേലിയെ നമ്മൾ വടംവലിയോട് കൂടിയിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അവിടുന്ന് നമ്മൾ പിന്നെ സ്കൂളിൽ നിന്നായിരുന്നു നമ്മുടെ DJ വിത്ത് മാവേലിയെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാവേലി നമ്മുടെ പുറകെയും കുട്ടികളെല്ലാവരും മുന്നിൽ നല്ല ഡാൻസും കളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർ ഒട്ടും കുറവില്ലായിരുന്നു. നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ സങ്കടം നമ്മൾ എന്തായാലും ഈ ഒരു പരിപാടിയിൽ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിച്ചു പൊളിച്ച്. അങ്ങനെ നമ്മുടെ മാവേലി നല്ല മൂഡിലാണ് കേട്ടോ. ആൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിൽക്കുകയാണ്. നമ്മൾ ഒട്ടും കുറവൊന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ അടിപൊളി ഡാൻസും അതുപോലെ തന്നെ നല്ല DJയിലൊക്കെ നമ്മളും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പരിപാടി എന്തായാലും നമ്മൾ ഓരോ സ്ഥലത്ത് കൂടി ഇങ്ങനെ നമ്മൾ ഓരോ ഏരിയയിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് നമ്മൾ ഒരുപാട് ഡാൻസും കളിച്ചിട്ട് എല്ലാവരും നല്ല ഡാൻസ് കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇടയ്ക്ക് മഴ എന്തായാലും നമ്മളെ ഒന്ന് ചതിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ചെറിയ രീതിയിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും മഴയിൽ നിന്നും വിട്ടുകൊടുക്കില്ല. നമ്മൾ പരിപാടി നല്ല ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ DJ ഒക്കെ ആയിട്ട് ഓരോ ഏരിയയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും മഴ പെയ്തു. എന്നാലും നമ്മുടെ ചെക്കന്മാരൊക്കെ മഴയത്ത് കൂടെ കിടന്നിട്ട് ഭയങ്കര ഡാൻസ് കളിയും അതുപോലെ തന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയായിരുന്നു. ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ മാവേലി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന്. അങ്ങനെ മാവേലിയുടെ ഒരു അപാര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെന്തായാലും ലാസ്റ്റ് ആ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിന്നൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 10:30. അതുകൊണ്ട് നമ്മൾ നേരെ പകുതി വഴി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മാവേലിയുടെ ഡാൻസൊക്കെ കണ്ടില്ലേ എല്ലാവരും. അടിപൊളിയായിട്ട് മാവേലി ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മുടെ മാവേലി ഇത് തന്നെയാണ് കേട്ടോ. ആൾ ഭയങ്കര അടിപൊളിയാണ്. ആൾ ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ഒരാളാണ്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ 2 ദിവസത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്.